ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു 6-6:30 ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് ശങ്കരനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പോകുമ്പോൾ റോഡെല്ലാം ഭയങ്കര ബ്ലോക്കായിരുന്നു. സാധാരണ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഗിണ്ടിയിലെത്താൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു 2.5-3 മണിക്കൂർ അവിടെ എത്തിപ്പെടാൻ 3 മണിക്കൂർ കൊണ്ടാണ് എത്തിയത് അവിടെ. അവൻ അടിക്കടി ഫോൺ ചെയ്തുകൊണ്ടിരുന്നേച്ച് എപ്പോൾ എത്തും എന്ന് ചോദിച്ചിട്ട്. പിന്നെ അവിടെ ഗേറ്റിലെത്തുമ്പോഴേക്കും അവർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് 20 കിലോമീറ്റർ സ്പീഡിലേറെ പോകാൻ പാടില്ല എന്ന്. കാരണം കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ അവിടെ വന്ന ഒരു വണ്ടി ഒരു മാനിനെ ഇടിച്ചത്രേ. പിന്നെ അവനെയും കൂട്ടി ഞങ്ങൾ ഒരു നൈറ്റ് ഡിന്നറിന് പോയി. കുറച്ച് ഷോപ്പിംഗ് എല്ലാം പ്ലാൻ ചെയ്തിരുന്നു, അത് ലേറ്റ് ആയതുകൊണ്ട് നടന്നില്ല. പിന്നെ ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് വെളിയിൽ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് IIT വരെ നടന്നു. ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട് ഹോട്ടലിൽ നിന്ന് അവിടം വരെ നടന്ന്. ഇതിപ്പോൾ രാത്രി 11 മണിയാണ് കേട്ടോ. പക്ഷേ 11 മണിയിലും നമുക്ക് ഇവിടെ കുട്ടികളെല്ലാം 12 മണിയായാലും സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്നതും ഗ്രൂപ്പായിട്ട് കുട്ടികളിങ്ങനെ നടക്കുന്നതും നമുക്കിവിടെ കാണാം. അവർക്ക് രാത്രിയും പകലും എല്ലാം ഒരേപോലെയാണ് ഈ കുട്ടികൾക്ക്. രാത്രി 12 മണിക്ക് നമ്മൾ പോകണമെങ്കിലും കുട്ടികളവിടെ സൈക്കിളിൽ വണ്ടിയിലൊക്കെ പോകുന്നത് കാണാം. അങ്ങനെ ഞങ്ങളിവിടെ തിരിച്ച് അവനെ ഹോസ്റ്റലിൽ വിട്ട് തിരിച്ച് വീടെത്തിയത് രാത്രി ഏകദേശം ഒരു 12 മണി മേലെയായി. അപ്പോൾ ഇന്നലെ കുറേ കാലത്തിന് ശേഷമാണ് കുട്ടികൾ കണ്ടത്. രാത്രി 11 മണിയായാലും ഇവരിങ്ങനെ നടക്കുന്നത് കാണാം. അതിൽ നിറയെ കുട്ടികൾ ഓടുന്നത് കാണാം. അവർക്ക് പകൽ എക്സസൈസിന് സമയമില്ലാത്തതുകൊണ്ട് രാത്രി എക്സസൈസ് ചെയ്യുന്നതായിരിക്കും കുട്ടികൾ. അങ്ങനെ ഇന്നലെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ വെളിയിൽ നിന്നുള്ളൊരു ഫുഡൊക്കെ കഴിച്ചു. രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അതായത് IIT ക്യാമ്പസിലൂടെയുള്ള ഒരു നൈറ്റ് ജേണിയാണ് കേട്ടോ. ഇത് കാറ് നടന്നു പോണ മാതിരിയാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചത്. കാരണം ഇപ്പോൾ അവിടെ വളരെ സ്ട്രിക്റ്റ് റൂളാണ്, 20 കിലോമീറ്റർ സ്പീഡിലേറെ എടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ വഴിയിൽ റോഡിൽ ചിലപ്പോൾ മാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടിട്ട് വളരെ സൂക്ഷിച്ച് പതുക്കെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ അങ്ങനെ സന്തോഷമായിട്ട് ഒരു ദിവസം കഴിഞ്ഞു. പക്ഷേ അവനെയും കൊണ്ടൊന്നും ഷോപ്പിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല.